Hi, welcome to my channel Physics for You. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫോഴ്സ് ഹാർമോണിക് ഓസിലേഷൻ ആണ്. എന്താണ് ഫോഴ്സ് ഹാർമോണിക് ഓസിലേഷൻ? ഇത് ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. വേർ വി അപ്ലൈ എ പീരിയോഡിക് ഫോഴ്സ് ടു ഓസിലേറ്റ് ദ ബോഡി. നമുക്കറിയാം ഡാമ്പിങ് കാരണം ഓസിലേഷൻ നിന്നുപോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു പീരിയോഡിക് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പീരിയോഡിക് ഫോഴ്സ് ആയിരിക്കണം. അപ്പം ഒരു പീരിയോഡിക് ഫോഴ്സ് കൊടുത്ത് ആ ബോഡിയെ വീണ്ടും ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഓസിലേഷനെ വി കോൾ ഇറ്റ് ആസ് ഫോഴ്സ്ഡ് ഓസിലേഷൻ, or we can define it as a simple harmonic motion executed by a body under the action of applied periodic force. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ആ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫോഴ്സ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പീരിയോഡിക് ഫോഴ്സ് കൊടുത്ത് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോഴ്സ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറയും, ഓസിലേറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ഡ്രിവൺ ഓസിലേറ്റർ എന്ന് പറയും. നമ്മൾ അത് ഓസിലേറ്റ് ചെയ്യാനായിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നു, അതിനെ ഡ്രൈവ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഡ്രിവൺ ഓസിലേറ്റർ എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനും അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷനും കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേഷനിൽ ഏതൊക്കെ ഫോഴ്സ് ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ഓസിലേഷൻ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഡാംഡ് ഹാർമോണിക് ഓസിലേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണ് ഒരു ഓസിലേറ്ററിൽ ആക്ട് ചെയ്യുക എന്നുള്ളത്. സാധാരണഗതിയിൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഒരു ഫ്രീ ഓസിലേഷൻ ആണെങ്കിൽ അതിനകത്ത് റെസ്റ്റോറിംഗ് ഫോഴ്സ് മാത്രമേ കാണത്തുള്ളൂ. റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ which is directly proportional to minus x. x is the displacement. അപ്പോൾ അതിനെ നമ്മൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് ചേർക്കും. സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് എന്നോ ഫോഴ്സ് കോൺസ്റ്റൻ്റ് എന്നോ പറയാം. ദെൻ മൈനസ് ഇൻഡിക്കേറ്റ്സ് വെൻ ഫോഴ്സ് ഇൻക്രീസസ് ഡിസ്പ്ലേസ്മെൻറ്റ് പെട്ടെന്ന് ഡിക്രീസ് ചെയ്യും, അതായത് മീൻ പൊസിഷൻ, ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റെഫർ ചെയ്യണമെന്നുള്ളവർ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ്റെ വീഡിയോ നോക്കിയാൽ മതി. അപ്പോൾ എല്ലാ ഓസിലേറ്റിംഗ് ബോഡിയിലും ഈ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് വിച്ച് ഹെൽപ്സ് ദ ബോഡി ടു ഓസിലേറ്റ്. റിസ്റ്റോറിംഗ് ഫോഴ്സ്, അതായത് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരാൻ സഹായിക്കുന്ന ഫോഴ്സാണ് റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഓസിലേറ്റിംഗ് ബോഡിയിലും ഈ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ റിസ്റ്റോറിംഗ് ഫോഴ്സാണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, നമുക്കറിയാം എല്ലാ ഓസിലേറ്റിംഗ് ബോഡിയിലും ഒരു ഡാമ്പിംഗ് ഫോഴ്സ്, ഒരു ഡിസിപ്പേറ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് വിച്ച് സീസസ് ദ ബോഡി ഫ്രം ഓസിലേറ്റിംഗ്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് റെഡ്യൂസസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി. അതിനെ നമ്മൾ ഡാംഡ് ഹാർമോണിക് ഓസിലേഷനിൽ ഈ രണ്ട് ഫോഴ്സസാണ് ഉള്ളത്, അതായത് റിസ്റ്റോറിംഗ് ഫോഴ്സും അതുപോലെ ഡാമ്പിംഗ് ഫോഴ്സും. അപ്പോൾ ഈ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കുറയ്ക്കും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് dx by dt. dx by dt എന്ന് പറയുന്നതാണ് വെലോസിറ്റി. പ്രൊപ്പോർഷണൽ ടു dx by dt ആണ്. അപ്പം ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു ഫാക്ടർ ചേർക്കും, ഡാമ്പിംഗ് ഫാക്ടർ ചേർക്കും, വിച്ച് ഇസ് ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ ചേർക്കും. ഇതാണ് രണ്ടാമത്തെ ഫോഴ്സ്. അപ്പോൾ എല്ലാ ഓസിലേറ്റിംഗ് ബോഡിയിലും എക്സിസ്റ്റ് ചെയ്യുന്ന, അത് ഫ്രീ ഓസിലേഷൻ ആയിക്കോട്ടെ, ഡാംഡ് ഓസിലേഷൻ ആയിക്കോട്ടെ, ഫോഴ്സ്ഡ് ഓസിലേഷൻ ആയിക്കോട്ടെ, എല്ലാത്തിലും ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് റിസ്റ്റോറിംഗ് ഫോഴ്സ്. ദെൻ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഓസിലേറ്റിംഗ് ബോഡി നമ്മൾ ഏതെങ്കിലും മീഡിയത്തിലാണ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡിസിപ്പേറ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യും. അതിനെ നമ്മൾ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ഇൻറ്റു dx by dt. അപ്പോൾ ഈ രണ്ട് ഫോഴ്സസ് ഓൾറെഡി ഉണ്ട്. ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേഷനിലും ഈ രണ്ടെണ്ണം ഉണ്ട്. എല്ലാത്തിലും ഉള്ള ഫോഴ്സ് റിസ്റ്റോറിംഗ് ഫോഴ്സാണ്. എല്ലാ ഓസിലേറ്റിംഗ് ബോഡിയിലുള്ള ഫോഴ്സ് റിസ്റ്റോറിംഗ് ഫോഴ്സാണ്. ആൻഡ് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിലാണെങ്കിൽ ഒരാളും കൂടെ വരും, ദാറ്റ് ഈസ് ഡാമ്പിംഗ് ഫോഴ്സ് കൂടെ വരും. ആൻഡ് ഹിയർ ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേഷൻ ആണ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് കൊടുക്കും, അതൊരു പീരിയോഡിക് ഫോഴ്സ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ സോണോമീറ്റർ എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സോണോമീറ്ററിൽ നമ്മൾ ട്യൂണിംഗ് ഫോർക്കിൽ ബീറ്റ് ചെയ്ത്
അതിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ആ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് വൈബ്രേഷനാണ്. ഒരു പീരിയോഡിക് വൈബ്രേഷൻ എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് ഓസിലേഷനാണ്. ചെറിയ മൂവ്മെൻ്റ് ആണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. പാർട്ട് ഓഫ് ദ ബോഡി ഓസിലേറ്റ്. ട്യൂണിംഗ് ഫോർക്ക് മൊത്തത്തിലായിട്ട് ഓസിലേറ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ രണ്ട് പ്രോങ്സ് മാത്രം ഓസിലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ വൈബ്രേഷൻ എന്ന് പറയും. അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലായിരിക്കും അയാൾ ഓസിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുക. അപ്പോൾ അതൊരു പീരിയോഡിക് ഫോഴ്സാണ്. അതിനെ നമ്മൾ ഈ സോണോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ലോങ് സ്ട്രിങ് കാണും, ഒരു മെറ്റൽ സ്ട്രിങ് കാണും. നമ്മൾ അതിനകത്തേക്ക് ഈ ട്യൂണിംഗ് ഫോർക്കിനെ പ്ലേസ് ചെയ്യുമ്പോൾ, ആ ത്രെഡിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ദാറ്റ് ത്രെഡ് സ്റ്റാർട്ട്സ് ടു വൈബ്രേറ്റ്. വൈബ്രേറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷനും അതുപോലെ തന്നെ സോണോമീറ്ററിൻ്റെ ആ ത്രെഡിൻ്റെ വൈബ്രേഷനും ഒരുപോലെ ആകുമ്പോൾ ദാറ്റ് സ്ട്രിങ് വൈബ്രേറ്റ്സ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലേ. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ഫോഴ്സ്ഡ് ഓസിലേഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ കൊടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത്, അതായത് ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷനാണ് ആ ത്രെഡിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ ഫോഴ്സാണ്, അതൊരു പീരിയോഡിക് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെയും ഈ ഫോഴ്സ് ഹാർമോണിക് ഓസിലേഷനിലും മൂന്നാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പീരിയോഡിക് ഫോഴ്സാണ്. ഓക്കെ, ലെറ്റ് ദാറ്റ് ബി ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു നമ്മൾ കൊടുക്കുന്ന പീരിയോഡിക് ഫോഴ്സ് എന്ന് പറയുന്നത്, പീരിയോഡിക് ഫോഴ്സ് ആയതുകൊണ്ട് നമുക്ക് അയാളെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു സൈൻ ഓഫ് ആംഗിൾ എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫോഴ്സ് ആയതുകൊണ്ട് ഫോഴ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഞാൻ F0 എന്ന് കൊടുക്കുകയാണ്. F0 സൈൻ ഓഫ് പി ഇൻറ്റു ടി എന്ന് കൊടുക്കാം. അതായത് നമ്മൾ y ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് സാധാരണഗതിയിൽ സൈൻ വേവിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യില്ലേ, പീരിയോഡിക് ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യില്ലേ, അല്ലെങ്കിൽ ഹാർമോണിക് മോഷനെ റെപ്രസെൻറ്റ് ചെയ്യും. y ഇസ് ഈക്വൽ ടു എ സൈൻ പി ടി എന്ന് പറയുന്നത്. y എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു സൈൻ ഇൻറ്റു ഒമേഗ ടി എന്ന് പറയുന്ന ഫേസ് ആണ്. അപ്പോൾ ഇവിടെ അതിനനുസരിച്ച് നമ്മൾ ഫോഴ്സ് ആയതുകൊണ്ട് അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു, എഫ് ഇസ് ഈക്വൽ ടു F0 സൈൻ പി എ നമ്മൾ ഡ്രിവൺ ഫ്രീക്വൻസിയാണ്, ഇത് നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇത് ഇവിടെ ഡ്രിവൺ ഫ്രീക്വൻസി, ഒമേഗയ്ക്ക് പകരം നമ്മൾ പി കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ദീസ് ത്രീ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ഫോഴ്സ് ഹാർമോണിക് ഓസിലേഷൻ. ഫസ്റ്റ് വൺ ഇസ് ദ റിസ്റ്റോറിംഗ് ഫോഴ്സ്, second one is the damping force, and third one is the external periodic force which is equal to F0 sin pt. അപ്പോൾ ഈ മൂന്ന് ഫോഴ്സാണ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേഷനിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻസിൽ നിന്ന് we can derive the differential equation. So from these three we can see that the total force acting on the forced harmonic oscillator, F is equal to F1 plus F2 plus F3. അപ്പോൾ F is equal to, okay, we have first one is minus Cx, second one is minus B into dx by dt. ഇതിന് രണ്ടിൻ്റെയും സം തന്നെ എടുക്കുക. മൂന്നാമത്തെ ആൾ, ഇപ്പോൾ ഇവിടെ രണ്ടും നെഗറ്റീവ് സൈനാണ് കൊടുത്തേക്കുന്നത്. കാരണം ഈ റിസ്റ്റോറിംഗ് ഫോഴ്സ് കൂടിയാലും പെട്ടെന്ന് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരാനുള്ള ടെൻഡൻസി കൂടും, ടു ഇറ്റ്സ് മീൻ പൊസിഷൻ വരാനുള്ള ടെൻഡൻസി കൂടും. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിലാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈനസ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് വെലോസിറ്റിയെ കുറയ്ക്കുന്നു, അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും നെഗറ്റീവ് സൈനാണ്. വാട്ട് അബൌട്ട് ദ തേർഡ് വൺ, ദാറ്റ് ഇസ് എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് എന്ത് ചെയ്യും, ഈ സീസ് ചെയ്യുന്ന, അതായത് ഓസിലേഷൻ നിൽക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഡാമ്പിങ് കാരണം നിന്നു പോകുന്ന ആളിനെ നമ്മൾ F0 സൈൻ പി ടി എന്ന് പറയുന്ന ഫോഴ്സ് കൊടുത്ത് അയാൾ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. സോ ഇറ്റ് ഇൻക്രീസസ് ദ ഓസിലേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഫോഴ്സിന് നമുക്ക് പ്ലസ് സൈൻ കൊടുക്കാം, നെഗറ്റീവ് സൈൻ അല്ല, അയാൾ കൂടാൻ സഹായിക്കുന്ന ആളാണ്, അതുകൊണ്ട് അതിനെ നമുക്ക് പ്ലസ് സൈൻ കൊടുക്കാം. Therefore the third one, that is F0 sin pt എന്ന് കൊടുക്കാം. This is the total force acting on the forced harmonic oscillator. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ വി ഹാവ് എക്സ്, ദെൻ ഡി എക്സ് ബൈ ഡി ടി, അതായത് ഡിഫറൻഷ്യൽ ഫോമിൽ കിടക്കുവാണ് അല്ലേ, റൈറ്റ് സൈഡിൽ ഡിഫറൻഷ്യൽ ഫോം ഉണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ടോട്ടൽ ഫോഴ്സിനെ വി ക്യാൻ ചേഞ്ച് ബൈ യൂസിങ് ന്യൂട്ടൺസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ എഫ് എന്ന് പറയുന്നത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം വിച്ച് ഇസ് ഈക്വൽ ടു എം എ. ന്യൂട്ടൺസ് ലോ അനുസരിച്ച് എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷനെ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ടേമിൽ
d square x by dt square എന്ന് represent ചെയ്യാം. Okay, so combining 1 and 2 we can write m into d square x by dt square is equal to minus cx minus b into dx by dt plus f0 sin pt എന്ന് എഴുതാം അല്ലേ. ഇനി ഞാൻ ചെയ്യുന്നത് എന്താ, ഇതിനെ എം കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക, ചെറിയ റീഅറേഞ്ച്മെൻറ്റ് നടത്തുക. അതായത് എക്സ് ടേംസിനെ എല്ലാം കൂടി നമുക്ക് ഒരു സൈഡിൽ എഴുതാം. f0 sin pt ഒരു സൈഡിലും എഴുതാം. So we can write this as equal to d square x by dt square plus b by m into dx by dt plus c by m into x is equal to f0 by m sin pt. The whole equation is divided by m. എന്നിട്ട് ചെറിയ റീഅറേഞ്ച്മെൻറ്റ് നടത്തിയപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടി. ഓക്കെ, ഇവിടെ ഈ കാണുന്ന ബി എന്ന് പറയുന്നത് ഡാമ്പിംഗ് കോഎഫിഷ്യൻ ഡിവൈഡ് ബൈ മാസ് ആണ്, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിന് ഞാൻ കൊടുക്കാൻ പോകുന്നത് 2k എന്നൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കോൺസ്റ്റൻ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യരുത്, 2k എന്ന് തന്നെ ഇക്വേറ്റ് ചെയ്യുക. വെർ k ഈസ് കോൾഡ് ആസ് ദ ഡാമ്പിംഗ് ഫാക്ടർ. കെയെ നമ്മൾ ഡാമ്പിംഗ് ഫാക്ടർ എന്ന് പറയും. ഡാമ്പിംഗ് ഫാക്ടർ ബി ബൈ എം ആണ് കെ എന്ന് ഓർത്തോണം, 2k എന്ന് ഓർത്തോണം. ബി ബൈ എം ഇസ് ഈക്വൽ ടു 2k. നമുക്ക് ആവശ്യമുണ്ട് അത്. പ്രോബ്ലം ഒക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം ആ ഇക്വേഷൻ. ബി ബൈ എം ഇസ് ഈക്വൽ ടു 2k. ദെൻ അടുത്തത് സി ബൈ എം ആണ്. സി ബൈ എം എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ മാസ് ആണ്. എഗെയിൻ ഇറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ ഇതിനെ ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത് ആസ് ഒമേഗ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഒമേഗ 0 സ്ക്വയർ എന്ന് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കോൺസ്റ്റൻറ്റ് കൊടുക്കരുത്, ഒമേഗ 0 സ്ക്വയർ എന്ന് കൊടുക്കുക. ഇതിനെ ഒമേഗ 0 സ്ക്വയർ എന്ന് കൊടുക്കുക. വേറെ ഒമേഗ 0 ഇസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി ഓസിലേറ്റർ. ഒമേഗ 0 നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി വിത്തൗട്ട് ഡാമ്പിംഗ് എന്നൊക്കെ പറയും. നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി ഓസിലേറ്റർ. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് 2cm by m is equal to ഒമേഗ 0 സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, സോ ദി ഇക്വേഷൻ ക്യാൻ ബി മോഡിഫൈഡ് ആസ് d square x by dt square plus 2k dx by dt plus ഒമേഗ 0 സ്ക്വയർ x is equal to ഈ f0 ബൈ എമ്മിനെ ഇതൊരു കോൺസ്റ്റൻ്റ്, f0 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, ഡിവൈഡ് ബൈ എം അല്ലേ, അതിനെ ഞാൻ ഇങ്ങനെ കൊടുക്കാം, സ്മോൾ f0 എന്ന് കൊടുക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു f0 സൈൻ പി ടി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർമ്മ വേണം. എ ബി സി എന്ന് കൊടുക്കുക, എ ബി ആൻഡ് സി. സോ വി ഹാവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആസ് differential equation of a forced harmonic oscillator as d square x by dt square plus 2k dx by dt plus omega 0 square x is equal to f0 sin pt എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ലെറ്റ് ഇറ്റ് ബി തേർഡ് ഇക്വേഷൻ അല്ലേ. നമുക്ക് ഇതുവരെ 2 ഇക്വേഷൻ ആയില്ലേ. അപ്പോൾ ഇത് തേർഡ് ഇക്വേഷൻ കൊടുക്കാം. d square x by dt square plus 2k dx by dt plus omega square x is equal to f0 sin pt എന്ന് പറയുന്നതാണ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അതാണ് സൊല്യൂഷൻ. ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെറ്റ് us assume that the solution or the displacement is given as x is equal to a sin pt minus theta എന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. പി ടി മൈനസ് തീറ്റ. ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് അല്ലെങ്കിൽ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ നമുക്ക് ഈ LHS മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റൈറ്റ് സൈഡ് 0 ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ അല്ല, ഈ സൊല്യൂഷൻ അല്ല നമ്മൾ എടുക്കുക, എ റേസ് ടു ആൽഫ ടി എന്ന് പറഞ്ഞ ജനറൽ സൊല്യൂഷൻ അസ്യൂം ചെയ്യും. അങ്ങനെ ഒരു റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് 0 അല്ല, f0 സൈൻ പി ടി എന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരത്തെ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ്റെ സൊല്യൂഷൻ നമുക്കിവിടെ അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. ഇയാളെയും കൂടെ, ഈ ഡ്രിവൺ ഫ്രീക്വൻസിയും കൂടെ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യണം സൊല്യൂഷനിൽ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ പി ടി മൈനസ് തീറ്റ. എന്തായാലും ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് ബോഡി ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓസിലേറ്ററി മോഷൻ ആണെങ്കിൽ നമുക്കറിയാം സൊല്യൂഷനകത്ത് സൈനോ കോസോ കാണും അല്ലേ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ പി ടി മൈനസ് തീറ്റ എന്ന് പറയുന്നതാണ് ഒരു പോസിബിൾ സൊല്യൂഷൻ, വെർ പി ഇസ് ദ ഡ്രിവൺ ഫ്രീക്വൻസി ആൻഡ് തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ, or we can say the phase difference. It is the phase difference between the displacement
displacement and driving force എന്ന് കൊടുക്കാം. Theta is the phase difference between displacement and driving force. ഓക്കെ, അപ്പോൾ ഇതിനെ രണ്ടിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. സോ ദിസ് ഇസ് ദ പോസിബിൾ സൊല്യൂഷൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇതിനകത്ത് ഈ എക്സിനകത്ത് നമുക്ക് അറിഞ്ഞാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എ, ദെൻ തീറ്റ. എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ആൻഡ് തീറ്റ ഇസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡ്രൈവിംഗ് ഫോഴ്സ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ സൊല്യൂഷൻ യൂസ് ചെയ്ത് എയും തീറ്റയും കണ്ടുപിടിക്കുക. തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിരിക്കും. ഇതിപ്പോൾ ജനറൽ സൊല്യൂഷനാണ്, രണ്ട് അൺനോൺസ് എ ആൻഡ് തീറ്റ. സോ വി ഹാവ് ടു ഫൈൻഡ് ദി അൺനോൺസ് എ ആൻഡ് തീറ്റ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അൺനോണിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 3. ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 3. അതായത് ഇക്വേഷൻ 3യെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dx by dt കണ്ടുപിടിക്കുക. വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ dx by dt എടുക്കുമ്പോൾ എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, അത് അതുപോലെ തന്നെ നിന്നു. സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോസ് എക്സ് എന്ന് കിട്ടും. ഇവിടെ എക്സിന് പകരം പി ടി മൈനസ് തീറ്റയാണ്. ആൻഡ് അഗെയിൻ ബ്രാക്കറ്റിനകത്ത് ടിയുടെ ഫംഗ്ഷൻ ഇനിയും വരുന്നുണ്ട്. സോ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് പി. സോ dx by dt ഇസ് എ പി കോസ് പി ടി മൈനസ് തീറ്റ എന്ന് വരും. ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ കണ്ടുപിടിക്കുക. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു അഗെയിൻ എ ഇൻറ്റു പി ഇൻറ്റു കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ പി ടി മൈനസ് തീറ്റ എന്ന് വരും, ഇൻറ്റു ഒരു പിയും കൂടെ വരും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മൈനസ് എ പി സ്ക്വയർ സൈൻ പി ടി മൈനസ് തീറ്റ എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡി എക്സ് ബൈ ഡി ടിയുടെ വാല്യൂവും ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടിയുടെ വാല്യൂവും കൂടി നമ്മൾ ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി എക്സ് ബൈ ഡി ടി ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എവിടെയാണ്? നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ഇക്വേഷൻ നമ്പർ 3 ആണ് അല്ലേ. അപ്പം ഇത് ഇക്വേഷൻ നമ്പർ 4 കൊടുക്കാം. സൊല്യൂഷന് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. സോ അതിനെ അതുപോലെ തന്നെ എഴുതുക. ദാറ്റ് ഈസ് മൈനസ് എ പി സ്ക്വയർ. ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ പി മൈനസ് എ പി സ്ക്വയർ സൈൻ പി ടി മൈനസ് തീറ്റ. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് പ്ലസ് 2k ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ പ്ലസ് 2k ഡി എക്സ് ബൈ ഡി ടി എന്താണ്? എ പി കോസ് പി ടി മൈനസ് തീറ്റ. ദെൻ അടുത്ത ടേം പ്ലസ് ഒമേഗ 0 സ്ക്വയർ എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് എ പി കോസ് പി ടി മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് 0 എന്ന് എഴുതി വെക്കരുത്. അവിടെ നമുക്ക് അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഇസ് F0 സൈൻ പി ടി മൈനസ് തീറ്റ. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മുടെ സൊല്യൂഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെയായി. ഇനി ഇതിനകത്ത് കുറച്ച് കോമൺ ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് കോമൺ ഫാക്ടേഴ്സിനെ ഇക്വേറ്റ് ചെയ്യാം. ഇനി റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സൈൻ പി ടി മൈനസ് തീറ്റ എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. സൈൻ പി ടി മൈനസ് തീറ്റ ഇല്ല, F0 സൈൻ പി ടി എന്നേ ഉള്ളൂ. F0 സൈൻ പി ടി അല്ലേ. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ റൈറ്റ് സൈഡിനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതാൻ പോവാണ്. F0 സൈൻ പി ടി എന്ന് മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു മൈനസ് തീറ്റയും കൂടെ ഉണ്ട് അല്ലേ. അപ്പം ഞാൻ ഇവിടെ ഒരു മൈനസ് തീറ്റ കൊടുക്കുകയാണ്. F0 സൈൻ പി ടി മൈനസ് തീറ്റ. അപ്പോൾ വാല്യൂ ചേഞ്ച് ചെയ്യില്ലേ? അപ്പോൾ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു പ്ലസ് തീറ്റയും കൂടെ കൊടുക്കുക. സോ റൈറ്റ് സൈഡ് എന്തായി? F0 സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് തീറ്റ എന്നായി അല്ലേ. അതായത് സൈൻ എ പ്ലസ് ബി ഫോമിലായി. എ പ്ലസ് ബി ഫോമിൽ ഇതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. സൈൻ എ പ്ലസ് ബി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? F0 സൈൻ എ ദാറ്റ് ഈസ് സൈൻ പി ടി മൈനസ് തീറ്റ കോസ് ബി ദാറ്റ് ഈസ് തീറ്റ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ കോസ് പി ടി മൈനസ് തീറ്റ സൈൻ ബി ദാറ്റ് ഈസ് സൈൻ തീറ്റ. ഇങ്ങനെ കിട്ടും നമ്മുടെ ഇക്വേഷൻ. റൈറ്റ് സൈഡും കൂടെ നമുക്ക് പി ടി മൈനസ് തീറ്റ ടേംസിൽ കിട്ടും. F is equal to F0 സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് തീറ്റ എ പ്ലസ് ബി
ഫോമിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഇതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് മൈനസ് എ പി സ്ക്വയർ സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് 2k എ പി കോസ് പി ടി മൈനസ് തീറ്റ പ്ലസ് ഒമേഗ 0 സ്ക്വയർ എ സൈൻ പി ടി മൈനസ് തീറ്റ is equal to f0 sin pt minus theta cos theta plus cos pt minus theta sin theta. ഇങ്ങനെ കിട്ടി അല്ലേ? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൂടെ നമുക്ക് ഒരേപോലെ ആക്കാൻ പറ്റി. സൈനൊന്നും ചേഞ്ച് ചെയ്ത് പോരുത്. ആദ്യത്തെ ടേം മൈനസ്, ബാക്കി രണ്ട് ടേം പോസിറ്റീവ് ടേം ആണ്. ദെൻ ലെഫ്റ്റ് സൈഡിലെ ടേം പോസിറ്റീവ് തന്നെയാണ്. സോ നൗ അപ്പോൾ അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ക്യാൻ ഇക്വേറ്റ് ദ കോഎഫിഷ്യൻസ്. ഇക്വേറ്റ് ദ കോഎഫിഷ്യൻസ്. ആരുടെ കോഎഫിഷ്യൻസാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്? സൈൻ പി ടി മൈനസ് തീറ്റയുടെ ടേംസ് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. സൈൻ പി ടി മൈനസ് തീറ്റ എവിടെയൊക്കെ ഉണ്ട്? ഫസ്റ്റ് ടേമിൽ സൈൻ പി ടി മൈനസ് തീറ്റ ഉണ്ട്. ദെൻ തേർഡ് ടേമിലുണ്ട് സൈൻ പി ടി മൈനസ് തീറ്റയുടെ കോഎഫിഷ്യൻറ്റ്. എഗെയിൻ റൈറ്റ് സൈഡിൽ ഇവിടെയുണ്ട് സൈൻ പി ടി മൈനസ് തീറ്റയുടെ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പം സൈൻ പി ടി മൈനസ് തീറ്റയുടെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പം വി ഗെറ്റ് മൈനസ് എ പി സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ എ ഇസ് ഈക്വൽ ടു, ഇവിടെ കോഎഫിഷ്യൻറ്റ് കോസ് തീറ്റ, ബ്രാക്കറ്റിന് പുറത്തൊരു f0 കൂടെ ഉണ്ട്. സോ വി ഗെറ്റ് f0 കോസ് തീറ്റ എന്ന് കിട്ടും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ദെൻ അതിനൊരു പോസിബിൾ സൊല്യൂഷൻ എടുത്തു. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റൈറ്റ് സൈഡിൽ നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻസ് വരുത്തി. എന്നിട്ട് അതിനെ കോഎഫിഷ്യൻസ് ആക്കി മാറ്റി. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരേപോലത്തെ ടേംസ് ആക്കി മാറ്റി. സോ ദാറ്റ് വി ക്യാൻ ഇക്വേറ്റ് ദ കോഎഫിഷ്യൻസ്. അപ്പോൾ സൈൻ പി ടി മൈനസ് തീറ്റയെ ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. സിമിലർലി വി ഹാവ് ടു ഇക്വേറ്റ് കോഎഫിഷ്യൻസ് ഓഫ് കോസ് പി ടി മൈനസ് തീറ്റ. കോസ് പി ടി മൈനസ് തീറ്റയുടെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. നോക്കിക്കേ, കോസ് പി ടി മൈനസ് തീറ്റയുടെ കോഎഫിഷ്യൻസ് ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ ഇയാളുണ്ട്, 2k എ പി ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ആൻഡ് റൈറ്റ് സൈഡിൽ സൈൻ തീറ്റ, ബ്രാക്കറ്റിന് പുറത്തൊരു f0 കൂടെ ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് 2k എ പി ഇസ് ഈക്വൽ ടു f0 സൈൻ തീറ്റ എന്ന് കൊടുക്കാം. അതിന് ഇക്വേഷൻ നമ്പർ 6 കൊടുക്കാം. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടി. കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഈ ഇക്വേഷൻ നമ്പർ 5 നോക്കിക്കേ, നമുക്ക് എ എന്ന് പറയുന്നൊരു ടേം കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിനകത്ത് നമുക്ക് എഴുതാം ഒമേഗ 0 സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതി കൂടെ. എ ഇൻറ്റു ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ, എ സ്ക്വയർ അല്ല, മൈനസ് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു f0 കോസ് തീറ്റ എന്ന് കൊടുക്കാം. അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ ഇനി നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 5 നമുക്ക് എയും തീറ്റയും വേണം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 5ഉം 6ഉം യൂസ് ചെയ്ത് നമ്മൾ എയും തീറ്റയും കണ്ടുപിടിക്കാൻ പോകണം. അതിനാദ്യം ചെയ്യേണ്ടത് ഇക്വേഷൻ നമ്പർ 5നെയും ഇക്വേഷൻ നമ്പർ 6നെയും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാം. സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പം ഇക്വേഷൻ നമ്പർ 5നെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എ സ്ക്വയർ, ബ്രാക്കറ്റിനകത്ത് ഒമേഗ സ്ക്വയർ മൈനസ് പി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി ലെഫ്റ്റ് സൈഡ്, പ്ലസ് 6ൻ്റെ ലെഫ്റ്റ് സൈഡ് 4k സ്ക്വയർ എ സ്ക്വയർ പി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ രണ്ട് ലെഫ്റ്റ് സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തു. സിമിലർലി അതിൻ്റെ റൈറ്റ് സൈഡും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് f0 സ്ക്വയർ എന്ന് രണ്ടിടത്തും ഉണ്ട്, കോമൺ ആയിട്ട് എടുക്കാം. ബ്രാക്കറ്റിനകത്ത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ആ ടേം അങ്ങ് 1 ആയിപ്പോവും. റൈറ്റ് സൈഡിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന ടേം 1 ആയിപ്പോവും. സോ ഇവിടെ ഈ എ സ്ക്വയർ അഗെയിൻ നമുക്ക് കോമൺ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് എ സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4k സ്ക്വയർ പി സ്ക്വയർ is equal to f0 സ്ക്വയർ എന്ന് വരും.
from which we can write a square is equal to f0 square divided by omega 0 square minus p square. അത് എക്സ്പാൻഡ് ചെയ്യാനൊന്നും പോകണ്ട, അത് അതുപോലെ തന്നെ ഇട്ടിരുന്നാൽ മതി. പ്ലസ് 4k square p square. Or we can write a is equal to f0 divided by root of omega 0 square minus p square the whole square plus 4k square p square എന്ന് എഴുതാം. റൂട്ട് ഓഫ് അല്ലേ. അപ്പോൾ നമുക്ക് എ കിട്ടി. ഇക്വേഷൻ നമ്പർ 7 നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ പി ടി മൈനസ് തീറ്റ എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ജനറൽ സൊല്യൂഷൻ. ഇതായിരുന്നു നമ്മുടെ ജനറൽ സൊല്യൂഷൻ. അപ്പോൾ ഈ ജനറൽ സൊല്യൂഷനിൽ നമുക്ക് എയും തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 3 അതായത് അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ടേം കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ അൺനോണിനെ കണ്ടുപിടിക്കണം ബൈ യൂസിങ് ദ ഇക്വേഷൻ 5 and 6. ഏതൊക്കെയാണ് ഇക്വേഷൻസ്? ഈ രണ്ട് ഇക്വേഷൻസ്. അപ്പോൾ ഇനി നമുക്ക് തീറ്റ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തു. തീറ്റ കണ്ടുപിടിക്കാൻ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ പോരാ, കാരണം രണ്ടിലും തീറ്റ ഉണ്ട്. അപ്പോൾ രണ്ട് ഇക്വേഷൻസും യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 5ഉം 6ഉം നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇക്വേഷൻ 6/5 ചെയ്ത് കഴിഞ്ഞാൽ ടാൻ തീറ്റ കിട്ടും അല്ലേ. അപ്പോൾ അതിന് നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം. അപ്പോൾ ഇക്വേഷൻ 6നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, തീറ്റ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് equation 6 divided by equation 5 ചെയ്യാം. So we can write f0 sin theta is equal to 2kap എന്ന് എഴുതാം, divided by അടുത്ത ഇക്വേഷൻ 5th ഇക്വേഷൻ f0 cos theta is equal to omega 0 square minus p square into a എന്നായിരുന്നു അല്ലേ. അപ്പം നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തു. എയും ക്യാൻസൽ ചെയ്ത് പോയി. കോസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ആയി. സോ വി ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ ആസ് f0 ക്യാൻസൽ ചെയ്ത് പോയി. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 2kp ഡിവൈഡഡ് ബൈ ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ എന്ന് എഴുതാം. ഓർ വി ക്യാൻ റൈറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2kp ഡിവൈഡഡ് ബൈ ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഇക്വേഷൻ നമ്പർ 8. അപ്പോൾ നമുക്ക് തീറ്റയും കിട്ടി എയും കിട്ടി. തിരിച്ച് നമ്മൾ ആ ജനറൽ സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ പി ടി മൈനസ് തീറ്റ എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പോൾ എയുടെയും തീറ്റയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ ആസ് എക്സ് ഇസ് ഈക്വൽ ടു എക്ക് പകരം എന്ത് കൊടുക്കും? എയുടെ വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് f0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4k സ്ക്വയർ പി സ്ക്വയർ. ദെൻ അടുത്തത് എന്താ? എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ പി ടി മൈനസ് തീറ്റ. സൈൻ ദെൻ ബ്രാക്കറ്റിനകത്ത് പി ഡ്രിവൺ ഫോഴ്സ് മൈനസ് തീറ്റയുടെ വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 2kp ഡിവൈഡഡ് ബൈ ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ, അതായത് സൊല്യൂഷൻ. f0 ഇസ് ഈക്വൽ ടു x ഇസ് ഈക്വൽ ടു f0 എന്ന് പറയുന്നത് f0/m ആണ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഡിവൈഡ് ബൈ m എന്ന് പറയുന്ന ഫാക്ടറാണ് f0. അപ്പോൾ f0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ പ്ലസ് 4k സ്ക്വയർ പി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റയുടെ വാല്യൂ പി ടി മൈനസ് തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ദിസ് ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് forced vibration, and here we can see it depends on the frequency p of the driving force. p യെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ആ ഡിനോമിനേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ പി സ്ക്വയർ എന്നൊരു ടേം, p⁴ എന്ന് പറയുന്നൊരു ടേമും ഉണ്ട്, പി സ്ക്വയർ എന്ന് പറയുന്ന ടേമും ഉണ്ട്. അപ്പം ദ ഡിസ്പ്ലേസ്മെൻറ്റ് of the forced harmonic oscillator depends on the driving frequency. അതായത് പി യെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്, അതായത് നമ്മൾ കൊടുക്കുന്ന ഡ്രൈവിംഗ് ഫ്രീക്വൻസി കൂടുമ്പോഴോ കുറയുമ്പോഴോ അതിന് എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ. നമുക്ക് 3 കേസ് വരും.
ഡ്രൈവിംഗ് ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ അതിന് ഹൈ ഡ്രൈവിംഗ് ഫ്രീക്വൻസി എന്നും കുറവാണെങ്കിൽ ലോ ഡ്രൈവിംഗ് ഫ്രീക്വൻസി എന്നും ഈ രണ്ടും ഈക്വൽ ആയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thanks for watching this video. Please like and comment. Also support this channel by subscribing.